രണ്ടു ദിവസം മുന്നേ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ADCB ബാങ്ക് വന്നത്. ശരി, അവരവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പുതിയത് അപ്ഡേറ്റ് ചെയ്തു. അവരവരെ ആ പ്രോഡക്റ്റിന്റെ സീറോ ബാലൻസ് എന്നുള്ള ആ സെഗ്മെന്റ് മാറ്റി വേറൊന്ന് കൊണ്ടുവന്നു. അപ്പോൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാറി. അപ്പം അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അല്ല ഞാൻ ഈ പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഏതൊരു ബാങ്ക് അക്കൗണ്ടിനും ഏതൊരു ക്രെഡിറ്റ് കാർഡിനും കൃത്യമായ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. നമ്മളെല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ ആരും ഇത് വായിച്ചു നോക്കാൻ നിൽക്കില്ല. ഞാനടക്കം എന്തെങ്കിലും ഒരു സാധനം കാണും ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുമ്പോൾ വേഗം സ്ക്രോൾ ചെയ്യും, താഴെ പോയി എഗ്രി അടിച്ച് അടുത്ത ഓപ്ഷനിലേക്ക് കണ്ടിന്യൂലേക്ക് പോകും. അപ്പം ഇതിൽ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അവരുടെ ന്യൂലി ലോഞ്ചിങ് പ്രോഡക്റ്റുകൾ, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, ഇത് ഭാവിയിലേക്ക് അപ്ഡേഷൻസ് വരുമ്പോൾ ചാർജബിൾ ആവും എന്നുള്ള രീതിയിൽ പല സംഭവങ്ങളും പല ബാങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു ബാങ്കിന്റെ മാത്രമല്ല, CBD ബാങ്കിൽ ഒരു വർഷം മുമ്പ് ഇതുപോലെ അപ്ഡേറ്റ് വന്നു. 5,000 ബിലോ സാലറി വരുന്നവർക്ക് 100 dirhams ചാർജ് ഉണ്ടെന്നുള്ളത്. അൽഹിലാൽ ബാങ്കിന് സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ 3,000 ബിലോ ആണ് നിങ്ങളുടെ സേവിങ്സ് എന്നുണ്ടെങ്കിൽ ചാർജസ് വരുന്നുണ്ട്. അങ്ങനെ പല ബാങ്കുകളും അത് ഭാവിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ നിലവിൽ ഞാൻ വായിച്ചിട്ടുള്ളതും യൂസ് ചെയ്തിട്ടുള്ളതിലും ലൈഫ് ടൈം ഫ്രീ അക്കൗണ്ട് എന്നുള്ള പറയുന്നത് M ബാങ്കിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അൽമരിയ കമ്മ്യൂണിറ്റി ബാങ്ക് എന്നാണ് ആ ബാങ്കിനെ കണ്ടത്. പണ്ട് അൻഫാലിന്റെ അടുത്ത് ആദ്യമായിട്ട് ആ ബാങ്ക് അക്കൗണ്ട് കണ്ടപ്പോൾ ഞാൻ അവനെ കളിയാക്കിയിരുന്നു, കേട്ടറിയ പോലും ഇല്ലാത്ത ബാങ്കാണല്ലോ എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവൻ ഞാൻ എൻ്റെ വൈഫ് എൻ്റെ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഈ ചെറിയ സാലറിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ ബാങ്കാണ് ഇപ്പോൾ അവർ യൂസ് ചെയ്തത്. കാരണം ഒരു 5,000 എബോ സാലറിയുള്ള ആളുകൾക്ക് ഒരു ലോണോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. അവർക്ക് ഈ ചാർജസ് ഒന്നും ബാധിക്കുന്നില്ല. FAB അടക്കം പുതിയ റൂൾസ് വരുന്നുണ്ട്. നമ്മൾ അപ്ലിക്കേഷൻ ക്രെഡിറ്റ് കാർഡ് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ബ്യൂറോക്കുള്ള അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ചില ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വിത്തൗട്ട് ഓതറൈസേഷൻ മണി ലോസിങ്ങും വിത്ത് ഓതറൈസേഷൻ മണി ലോസിങ്ങും നമ്മുടെ ബാങ്കിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തം ഇല്ലാണ്ട് അല്ലെങ്കിൽ നമ്മളെ ഓതറൈസേഷൻ ഇല്ലാണ്ട് പൈസ പോകുന്നതിനും ചില ബാങ്കുകൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റിന് അത് ഏത് ബാങ്ക് ആയിക്കോട്ടെ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾ എഗ്രി ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ പ്രോഡക്റ്റുകൾ ഏതാണെങ്കിലും പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ രാജ്യത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. അത് ഏതായിക്കോട്ടെ, ഏത് സെക്ടർ ആയിക്കോട്ടെ, ഇവൻ നിങ്ങൾ സാധനം വാങ്ങിച്ചതാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യാനും അതിനെതിരെ കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാനും ഉള്ള വകുപ്പ് UAE ലുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടോ രാഗി പറഞ്ഞിട്ടോ ട്രോൾ ഉണ്ടാക്കി വിട്ടിട്ടോ ഒന്നും കാര്യമില്ല. ഇത് ഒരു നാച്ചുറലാണ്. ഇവൻ നാട്ടിൽ ഞാൻ 2014 ഫെഡറൽ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് എടുത്ത സമയത്ത്, സ്റ്റുഡന്റ് സേവിംഗ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഫ്രീ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 3,000 വന്നു, അത് കഴിഞ്ഞപ്പോൾ 5,000 വന്നു. അപ്പോൾ മിനിമം ബാലൻസ് റിക്വയർമെന്റ് പല രീതിയിലും പല കൺട്രിയിലും അവരെ റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് അവർ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾ ഏതെങ്കിലും അക്കൗണ്ടുകൾ എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാനോ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിട്ട് ചെയ്യാം. അതേപോലെ നിലവിൽ ഈ അപ്ഡേഷൻസ് വന്നിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിങ്ങൾക്ക് മൈനസ് ആയിട്ടുണ്ടെങ്കിൽ ആ മൈനസ് അടച്ചുകൊണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺലൈനിലും ഉണ്ട്, ബ്രാഞ്ച് സർവീസിലും ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത്തരത്തിൽ ചെയ്യാം. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്.